Chapter 1 Partnership Basic Concepts. Some important revision questions. First question, interest on loan or advance given by any partner, then the rate 6%. നമ്മുടെ പാർട്ട്നേഴ്സ് ഫേമിന് ലോണോ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് 6% ആണ്. അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും പാർട്ട്നേഴ്സിന് ആ റേറ്റിൽ ഇൻട്രസ്റ്റ് കൊടുത്തോളണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ payable to a partner only if mentioned in the partnership deed and there should be sufficient profit. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറി കമ്മീഷനും കൊടുക്കാം, പക്ഷേ അത് ഒന്നാമത്തെ കേസ് അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്യണം. ഇത് കൂടാതെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യത്തിന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുകയും വേണം അതിൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് 2. അതായത് പാർട്ട്ണർഷിപ്പ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് നമ്മുടെ മിനിമം 2 പാർട്ട്നേഴ്സ് ഉണ്ടാവണം. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് 50 ആണ്. Then next, which act defines in India the partnership? ഇന്ത്യയിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ആക്ട് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. Then next question, is it compulsory for a partnership firm the deed should be in written form? അതായത് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് റിട്ടേൺ ഫോം വേണം, കമ്പൽസറി ആണ്. ഇറ്റ് ഇസ് നോട്ട് കമ്പൽസറി, ഇറ്റ് മേ ബി ഐദർ റിട്ടേൺ ഓർ ഓറൽ ഫോം. Then next important question, contents of partnership deed. ഡീഡിൻ്റെ കണ്ടൻസ് ജനറലി ഫ്രം നെയിം, ലൊക്കേഷൻ, ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്, ദെൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ. ദെൻ നെക്സ്റ്റ് വൺ, ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് ദാറ്റ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, ക്യാപിറ്റൽ പ്രിപ്പറേഷൻ്റെ മെത്തേഡ് ഉണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും നെക്സ്റ്റ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. അണ്ടർ ദിസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ് വി ഓപ്പൺ 2 അക്കൗണ്ട്സ്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. കുട്ടികൾക്ക് അറിയാവുന്നതാണ്, നമുക്ക് 2 മെത്തേഡുകളുണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ട്. അതിൽ ഫിക്സ്ഡ് ക്യാപിറ്റൽ 2 അക്കൗണ്ട് വേറെ ഓപ്പൺ ചെയ്യും, അതാണ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ദെൻ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ കണ്ടൻസ് എന്ന് ചോദിച്ചാൽ നമ്മളതിൽ ഓപ്പൺ ബാലൻസ് നോട്ട് ചെയ്യും, ദെൻ ഇനി അഡീഷണൽ ക്യാപിറ്റൽ അത് നോട്ട് ചെയ്യും, ഇനി വിഡ്രോൾ ഔട്ട് ഓഫ് ക്യാപിറ്റൽ ആയിട്ടൂടെ നോട്ട് ചെയ്യാം. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ നോട്ട് ചെയ്യും. അതേസമയം ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഡിഫറൻസിയേഷൻ ഇല്ല, നമ്മളെല്ലാ ഐറ്റംസും ഈ ഒരൊറ്റ ക്യാപിറ്റലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുള്ളൂ, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അക്കൗണ്ട് പ്രിപ്പയർ ടു ഷോ ദി ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഈസ് ഡിവൈഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിനിടയിൽ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് അതിൻ്റെ അക്കൗണ്ടാണ്, അതിൻ്റെ ആൻസറാണ് പി ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. 1 വേർഡ് ക്വസ്റ്റൻ ആണ്. ദിസ് അക്കൗണ്ട് പ്രിപ്പയർ ടു ഷോ ഹൗ ദ നെറ്റ് പ്രോഫിറ്റ് ഇസ് ഡിവൈഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. ആൻസർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ്. ഇത് കുട്ടികളുടെ ജനറൽ അവയർനെസ് വേണ്ടിയിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ആൻ എക്സ്പെൻസ് ടു ദി പാർട്ട്നേഴ്സ്. ദെൻ it is an expense to the investment capital is an expense to the firm and it is an income to the partners. Then next, interest on drawings, it's an income to the firm and expense to partners. Repeat ചെയ്യാം, interest on capital is an expense to the firm. സ്ഥാപനത്തിന് ഒരു ചെലവും പാർട്ട്നേഴ്സ് ഒരു ഇൻകവും കൂടിയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഫേമിന് ഇൻകവും അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് ചോദിച്ചാൽ പാർട്ട്നേഴ്സ് ഫേമിൽ നിന്ന് വിഡ്രോൺ ചെയ്യുന്ന ഡ്രോയിങ്സ് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് അതിന് പാർട്ട്നേഴ്സ് ആ സ്ഥാപനത്തിലേക്ക് പലിശ കൊടുക്കണം, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സ് ഒരു എക്സ്പെൻസ് ആയിട്ട് വരും. നെക്സ്റ്റ്, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് കാൽക്കുലേഷന്. അതിൽ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ്, വെൻ ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവറി മന്ത്. ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസം നമ്മൾ വിഡ്രോൺ ചെയ്യണമെങ്കിൽ അതിൽ തന്നെ 3 ഡിവിഷൻസ് ഉണ്ട്. അതിൽ വിഡ്രോൺ ആയിട്ട് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത്, അതായത് ഒരു മാസത്തിൻ്റെ ഫിക്സ്ഡ് ആയിട്ട് ഫസ്റ്റ് ഡേ തന്നെ വിഡ്രോൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈക്വൽ ടു ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6.5/12. അതിൽ ടോട്ടൽ ഡ്രോയിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് പെർ മന്ത് ആയിരിക്കും. ആ ഡ്രോയിങ്സ് പെർ മന്ത് ഇൻറ്റു 12 ചെയ്യുക, അതാണ് ടോട്ടൽ ഡ്രോയിങ്സ്. ദെൻ ഇൻറ്റു റേറ്റ് ബൈ 100 എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ റേറ്റ് 9%, 6%. അപ്പോൾ 6% മീൻസ് 6/100 ഇൻറ്റു 6.5/12. ഇതാണ് നമ്മൾ ഒരു മാസത്തിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ വിഡ്രോൺ ചെയ്താൽ വരുന്ന അതിൻ്റെ ഇക്വേഷൻ.